യൂട്യൂബിൽ നിന്ന് നേരിട്ട് കാണാൻ പറ്റിയ മലയാളത്തിൽ തന്നെ ഇറങ്ങിയതോ അല്ലെങ്കിൽ മലയാള ഡബ്ബിങ്ങിൽ ലഭ്യമായതോ ആയ 10 ക്രൈം ത്രില്ലർ സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ക്രൈം ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ 10 സിനിമകളും നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആവില്ല. കാരണം ഈ സിനിമകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സിനിമകളാണ്. ഇനി ഈ 10 സിനിമകളും നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടെങ്കിൽ അവസാനമായി ഞാൻ പറയാൻ പോകുന്ന ഒരു ബോണസ് സിനിമയും കൂടി ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ സിനിമ 2022 തമിഴിൽ നിന്നും മലയാളത്തിൽ ഡബ് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് വിശാൽ നായകനായി എത്തിയ വീരം എന്ന് പറഞ്ഞ സിനിമ. യൂട്യൂബിൽ വീരം മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ സിനിമ മലയാളത്തിൽ തന്നെ 2024 പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ് മക്ബൂൽ സൽമാൻ നായകനായി എത്തിയ അഗാത്തോ കക്കോളജിക്കൽ. ഒരു വെറൈറ്റി പേരാണ്, ഒരിക്കൽ കാണാവുന്ന ഒരു ഡീസന്റ് ത്രില്ലർ മൂവിയാണ്. മൂന്നാമത്തെ സിനിമയാണ് 2018 പുറത്തിറങ്ങിയ തമിഴിൽ നിന്നും മലയാളത്തിൽ ഡബ് ചെയ്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഡെവിൽ. നാലാമത്തെ സിനിമ 2018 പുറത്തിറങ്ങിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് കുറ്റം നടന്നത് എന്ന. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഞ്ചാമത്തെ സിനിമ നിങ്ങളിൽ പലരും ഇതിനകം കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മൂവിയാണ് 2025 പുറത്തിറങ്ങിയ തമിഴിൽ നിന്നും മലയാളത്തിൽ ഡബ് ചെയ്ത ഒരു ഇന്റൻസ് ക്രൈം ത്രില്ലർ മാർഗൻ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ലിസ്റ്റിലെ ആറാമത്തെ സിനിമയാണ് 2021 മലയാളത്തിൽ തന്നെ പുറത്തിറങ്ങിയ ഒരു ടൈറ്റ് ക്രൈം ത്രില്ലർ 18 hours. ഈ സിനിമയും യൂട്യൂബിൽ കാണാൻ പറ്റുന്നതാണ്. ഏഴാമത്തെ സിനിമ പൃഥ്വിരാജ് നായകനായി എത്തിയ 2021 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് ക്രൈം ത്രില്ലർ മൂവിയാണ് കോൾഡ് കേസ്. മിക്കവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, എങ്കിലും യൂട്യൂബിൽ ഇപ്പോഴും ലഭ്യമാണ് ഈ സിനിമ. എട്ടാമത്തെ സിനിമ 2021 പുറത്തിറങ്ങിയ തമിഴ് ഹൊറർ ത്രില്ലർ മൂവിയാണ് ഭൂമിക. മലയാളം ഡബ് ചെയ്തത് യൂട്യൂബിൽ കാണാൻ സാധിക്കും. ലിസ്റ്റിലെ 9ാമത്തെ സിനിമയാണ് 2021 വിശാൽ നായകനായി എത്തിയ തമിഴ് ക്രൈം ത്രില്ലർ ചക്ര. വിശാലിന്റെ ഒരു സോളിഡ് പെർഫോമൻസ് ഉള്ള ഒരു കിടിലം ത്രില്ലർ മൂവിയാണ്. 10ാമത്തെ സിനിമ യൂട്യൂബിൽ മലയാളത്തിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് 7. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മൂവിയാണിത്. ഈ 10 സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബോണസ് സിനിമ കൂടി ഞാൻ പറഞ്ഞുതരാം. 2024 മലയാളത്തിൽ തന്നെ പുറത്തിറങ്ങിയ ഒരു ലോ ബഡ്ജറ്റ് ബട്ട് ഹൈ സസ്പെൻസ് ക്രൈം ത്രില്ലർ മൂവിയാണ് കുരുക്ക്. വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നന്നായി സസ്പെൻസ് ബിൽഡ് ചെയ്ത് ഒരു അണ്ടർറേറ്റഡ് ത്രില്ലർ മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ പറ്റിയ ഒരു കിടിലം മൂവിയാണിത്. യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഈ സിനിമകളിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളതും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നും ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെ പുതിയ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.